നിങ്ങൾ ചാൾസ് മാൻസന്റെ കഥ കേട്ടിട്ടുണ്ടോ? ദൈവം കനിഞ്ഞനുഗ്രഹിച്ച കഴിവുകൾ ഏറുണ്ടായിട്ടും സാത്താന വഴിയിലൂടെ സഞ്ചരിക്കാൻ നിശ്ചയിച്ച ഒരുവനായിരുന്നു ചാൾസ് മാൻസൺ. അയാൾക്ക് ഓർമ്മ വച്ച നാളുകളിൽ അമ്മയും സഹോദരനും ജയിലിലായിരുന്നു. തൻ്റെ പങ്കാളികളോടുള്ള കണക്ക് പറഞ്ഞു തെറ്റിയപ്പോൾ അവർ അവരെ തല്ലുകയും അവരുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം തട്ടിപ്പറിക്കുകയും ചെയ്തു എന്നതായിരുന്നു കാരണം. ജീവിതം ദുരിതപൂർണമായപ്പോൾ അനാഥനായ മാൻസൺ മോഷണവും പിടിച്ചുപറിയും തുടങ്ങി. അതിന് പറ്റിയതരം കൂട്ടുകാരെ ഒപ്പം കൂട്ടി. ദരിദ്രർ, പട്ടിണിപ്പാവങ്ങൾ, ആലംബമില്ലാത്തവർ, മദ്യപർ, ചേരി നിവാസികൾ എന്നവരായിരുന്നു അവർ. അവരോട് അയാൾ പണക്കാർക്കും ഉന്നത ശ്രേണിയിലുള്ളവർക്കുമെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തു. അത്തരക്കാരെ ഉന്മൂലനം ചെയ്യുക എന്നത് അയാൾ തൻ്റെ ലക്ഷ്യമാക്കി. താൻ പാവങ്ങളുടെ രക്ഷകനാണെന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് കുറ്റങ്ങളുടെ ലോകത്തേക്ക് കൂപ്പുകുത്തി. ഒരു കാർ മോഷ്ടിച്ചുകൊണ്ടായിരുന്നു തുടക്കം. ഇടയിലെപ്പോഴോ അയാൾ പിടിയിലായി. 10 വർഷം ജയിലിൽ കിടന്ന മാൻസൺ ഹിപ്നോട്ടിസവും ഗൂഢശാസ്ത്രങ്ങളും പഠിച്ചു. പാവപ്പെട്ടവർക്കായി ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ കൊതിച്ച മാൻസൺ സ്നേഹത്തിൻ്റെയോ സാഹോദര്യത്തിൻ്റെയോ സന്ദേശമല്ല സഹപ്രവർത്തകർക്ക് നൽകിയത്. പ്രത്യുത വെറുപ്പിൻ്റെയും പകയുടെയും അക്രമത്തിൻ്റെയും ലൈംഗിക അരാജകത്വത്തിൻ്റെയും കൊലയുടെയും സന്ദേശമായിരുന്നു അയാൾ പങ്കുവച്ചിരുന്നത്. ഭാഗ്യത്തിനോ ദൗർഭാഗ്യത്തിനോ അയാൾക്കനുസൃതമായ ഒരു അവസരം ഒത്തുവന്നു. സാൻ ഫ്രാൻസിസ്കോയിലെ ഹെയ്റ്റ് ആഷ്ബറി ഡിസ്ട്രിക്റ്റിൽ അയാൾ എത്തപ്പെട്ടു. അവിടുത്തെ ലോക ഹിപ്പ് പ്രസ്ഥാനത്തിൽ ചേർന്ന മാൻസൺ തൻ്റെ മുടി നീട്ടി വളർത്തി, താടി വളർത്തി ഗിറ്റാർ വായിക്കാൻ തുടങ്ങി. അതോടെ അയാൾക്ക് ആരാധകരേറുണ്ടായി. ആരാധരായ അയാളുടെ പെൺകുട്ടികൾ അയാളുടെ കിടപ്പറയിലും എത്താൻ തുടങ്ങി. അയാൾ പാടുമ്പോൾ അവർ പാദസേവ ചെയ്യാൻ തയ്യാറായി. അയാളുടെ പാട്ട് കേട്ട ഒരുവൾക്ക് ഒരു മാലാഖ പാടും പോലെയാണ് അനുഭവപ്പെട്ടതെങ്കിൽ മറ്റൊരുത്തിക്ക് അത് മാന്ത്രിക സ്വരമായിരുന്നു. പ്രശസ്തിയും ആരാധകരും ഒരുപാടായപ്പോൾ ഹോളിവുഡ് ഹിൽസിൽ വാസമുറപ്പിച്ച മാൻസൺ അവിടെ തൻ്റേതായ ഒരു സാമ്രാജ്യം തന്നെ തീർത്തു. എന്നിട്ട് തൻ്റെ അനുയായികളെയും ആരാധകരെയും ഒക്കെ ഒപ്പം താമസിപ്പിച്ചു. ആ കൂട്ടായ്മയ്ക്ക് അയാൾ കുടുംബം എന്ന് പേരിട്ടു. എന്നാൽ ആ കുടുംബം ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒന്നായിരുന്നു. പെൺകുട്ടികൾക്ക് അവിടെ മാൻസൺ യാതൊരു സ്വാതന്ത്ര്യവും നൽകിയിരുന്നില്ല. തൻ്റെ വാസസ്ഥലത്തെത്തുന്ന സ്ത്രീകൾക്ക് ഭക്ഷണം നൽകും മുമ്പ് നായകൾക്ക് നൽകിയിരിക്കണമെന്ന് അയാൾ ആജ്ഞാപിച്ചിരുന്നു. മദ്യവും കണ്ണടകളും അവിടെ നിഷിദ്ധമായിരുന്നു. എന്നാൽ മയക്കുമരുന്ന് അവിടെ ആവോളം ആസ്വദിക്കാമായിരുന്നു. അവിടെയുള്ളവർ യാതൊന്നും അയാളോട് തിരിച്ചു ചോദിക്കാൻ പാടില്ലായിരുന്നു. എന്ന് തന്നെയല്ല, എന്തുകൊണ്ട് എന്ന് ചോദിക്കാതെ തന്നെ അനുസരിക്കുകയും വേണമായിരുന്നു. താൻ പിശാചാണെന്നും തൻ്റെ പ്രവൃത്തികൾ പൈശാചികമായിരിക്കുമെന്നും അയാൾ നിശ്ചയിച്ചുറച്ചിരുന്നു. ചോര കൊണ്ട് തൻ്റെ തിരുനെറ്റിയിൽ ഇംഗ്ലീഷിലെ എക്സ് എന്ന അക്ഷരം കോറിയിട്ട മാൻസൺ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചു, ഞാൻ നിങ്ങളുടെ ലോകത്തു നിന്നും സ്വയം മാറിയിരിക്കുന്നു.